ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിളക്കമാർന്ന ഡയമണ്ട് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷം കഴിഞ്ഞ ഒരു 3-4 എപ്പിസോഡ് മുന്നേ ഒരു നിഴലാട്ടം കണ്ടിരുന്നല്ലോ. വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം കുട്ടീനെ നമുക്ക് ഒരുപാടൊന്നും ട്രോൾ ഉണ്ടല്ലോ, വേണ്ട കുറച്ച് മതിയില്ലേ. അപ്പൊ എപ്പിസോഡിലേക്ക് പോവാന്നാ പറയണത്. അപ്പൊ പോവല്ലേ? ആരാ പറയണ? ഞാനാണോ അമ്മാണോ? ഞാൻ പറയാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിനോടൊക്കെ കറക്റ്റ് ആയിട്ട് ചേർന്ന് കിടന്നതിന് നല്ല ഭംഗിയുണ്ടോ. ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിൾ ആണ്, നല്ല ഫ്ലാറ്റ് ആണ്. ആർക്കൊരു എന്താ പറയാ, ഒരു ഉപദ്രവം ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ടാണ് കിടന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇഴുകി ചേർന്ന് അങ്ങനെ എടുക്കുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഡയമണ്ട് നെക്ലസ്. അതിന്റെ ക്യാരറ്റ് വരുന്നത് 1 ക്യാരറ്റും 10 സെന്റും, അതായത് 110 സെന്റ് ആണ് അതിന്റെ ഡയമണ്ട്സ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിൽ സ്റ്റോൺ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സ്റ്റോൺ എത്രത്തോളം കേറുന്നോ അത്രത്തോളം ഭംഗി ആ നെക്ലസിന് കിട്ടും. നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട്. അതെ, അത് നമുക്ക് മനസമ്മതം, അതുപോലെ എൻഗേജ്മെന്റ്, അങ്ങനെയുള്ള സിംഗിൾ പീസ് ഒക്കെ ആയിട്ട് വെയർ ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ, അതിനൊക്കെ അടിപൊളിയായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. ഉണ്ട്, അതായത് 2 ബാങ്കിൾ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ബാങ്കിൾ കാണാനായിട്ട്. അതായത് ഈച്ച് ബാങ്കിൾ 97 സെന്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഏകദേശം 1 ക്യാരറ്റിന് താഴെ കണ്ട് ഒരു ബാങ്കിളുമേ ഡയമണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടും സെയിം പീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. എല്ലാം ഒരു റോസ് ഗോൾഡ് കോമ്പിനേഷനിൽ തന്നെയാണ് കൊണ്ടുവന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ ഒരു ട്രെൻഡ് യെല്ലോ ഗോൾഡ് അല്ല, യെല്ലോ ഗോൾഡ് ആണ് ട്രെൻഡ്. റോസ് ഗോൾഡ് ആണ്. യെല്ലോ ഗോൾഡ് ആളുകൾ സെലക്ട് ചെയ്യുന്നുണ്ട്, പർച്ചേസ് ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടിയും ഭയങ്കരമായിട്ട് മൂവ്മെന്റ്സ് ഉള്ളത് റോസ് ഗോൾഡ് കോമ്പിനേഷനിലാണ്. പിന്നെ അതേപോലെ തന്നെയാണ് വൈറ്റ് ഗോൾഡിലും ആളുകൾ നല്ല രീതിയിൽ ഇപ്പോൾ എൻക്വയറീസ് ഉണ്ട്. അപ്പൊ നമ്മൾ വൈറ്റ് ഗോൾഡിൽ നമ്മൾ കളക്ഷൻ കുറച്ച് കുറവായിരുന്നു ആദ്യം നമ്മൾ ചെയ്തിരുന്നത്. എൻക്വയറി അനുസരിച്ചാണല്ലോ നമ്മൾ അതിന്റെ കളക്ഷൻ കൂടുതലായിട്ട് കയറ്റുക. അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ വൈറ്റ് ഗോൾഡിലും കണ്ടു കഴിഞ്ഞാൽ അത് ഗോൾഡ് ആണെന്ന് തോന്നില്ല, സിൽവർ ഫിനിഷിലാണ് അത് ഇരിക്കുള്ളൂ. അങ്ങനത്തെയും നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ഇപ്പൊ ലിയോസില് വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വരികട്ടോ. കഴിഞ്ഞിട്ടില്ലേ, 2 ആള് സൈഡിൽ ഇരിക്കുന്നുണ്ട്. 16 സെന്റ് വെയിറ്റ് വരുന്ന ഒരു റിംഗ് ആണ് എന്റെ കയ്യിൽ ആദ്യം വന്നത്. അമ്മൂടെ സ്റ്റെഡ് എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ആദ്യം എടുത്തത് റിംഗ് ആണ്. 16 സെന്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതെ, അതാ സ്റ്റോൺ കൂടുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗിയും ഫിനിഷിങ്ങും. ഒരു വൈറ്റ് കളർ കേറി വരുമ്പോൾ അതിന്റെ ആ ഒരു എടുപ്പ് കറക്റ്റ് ആയിട്ട് അറിയാം. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ആ സെന്ററിലുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു പീസ് തന്നെയാണ്. പിന്നെ വരുന്നതാണ് 18 സെന്റിൽ വന്നിട്ടുള്ള ഒരു സ്റ്റഡ്. ഇത് കറക്റ്റ് ആ സ്റ്റഡുമ്മ തന്നെ ഡ്രോപ്പ് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത്, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ബാക്കിൽ വരുന്നത് ഒരു ബോംബെ സ്ക്രൂ ടൈപ്പ് ആണ്. നമ്മളെല്ലാവരും വിചാരിക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ഇതാണ് ഏറ്റവും സേഫ്റ്റി. നമ്മുടെ സാധാ നോർമൽ സ്ക്രൂ ഒക്കെ ഇവരെ പോലെയുള്ളവരൊന്നും അത് ഇടാനാണെങ്കിലും മൂരാനാണെങ്കിലും അതാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. ഈ ബോംബെ സ്ക്രൂ ഇവരെ സംബന്ധിച്ച് ഭയങ്കര സിമ്പിളാ. ഇടയ്ക്ക് അതിങ്ങനെ തന്നെ ഇങ്ങനെ ലൂസായി പോകുന്ന പ്രശ്നങ്ങള് ഇതിന് വരണില്ല. അപ്പൊ ഇവരുടെ ഒക്കെ ഇതില് അവർക്ക് ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ളതും ഈ വെയർ ചെയ്യുമ്പോൾ കംഫർട്ട് കിട്ടണതും അവർക്കൊക്കെ ഈ ബോംബെ സ്ക്രൂ ആണ്. പണ്ട് മുതലേ ശീലിച്ചു വന്നവർക്കൊക്കെ ഒരു നോർമൽ സ്ക്രൂ ആണ് താല്പര്യം. അതാണ് നോർമൽ സ്ക്രൂ. അപ്പൊ അതാണ് കുറച്ചും കൂടിയും ആളുകൾ അത് കൂടുതൽ പറയാ അങ്ങനത്തെയാണ്. പക്ഷെ നല്ലത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ബോംബെ സ്ക്രൂസ് ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഡയമണ്ട്സിന്റെ നല്ല ഭംഗിയായിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നില്ലേ? കുട്ടിക്ക് ഞങ്ങള് വൈൻഡ് കൊടുത്തിട്ടുള്ള ഇത് കീ കറക്റ്റ് അല്ലേ? കുട്ടി നന്നായി ചാടി നിന്ന് കാര്യങ്ങൾ പ്രസന്റ് ചെയ്തില്ലേ? വീണ്ടും വരും. വേഗം വൈൻഡ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ കുട്ടീനെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സൈനിങ് ഓഫ്, സീൽഡ് അലിയോ. ബൈ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.